ഹലോ, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക്. എന്തെല്ലാം വിശേഷം? നിങ്ങളെ പെരുന്നാളെല്ലാം എങ്ങനെയുണ്ടേനു? ഞാൻ പെരുന്നാൾ വ്ളോഗ് കുറച്ച് നേരത്തെ ആയിപ്പോയിനാ. 3, 4 ദിവസമായില്ലേ. എന്തായാലും ഇന്ന് നമ്മളെ അടിപൊളി ഈദ് വ്ളോഗാണ്. പിന്നെ ഇപ്രാവശ്യത്തെ പെരുന്നാളിന് നമ്മൾ വിചാരിക്കാത്ത കുറേ സംഭവങ്ങൾ നടന്നിട്ടുണ്ടേനു. പിന്നെ എപ്പോഴത്തെയും പോലെ തന്നെ ഈദ് വ്ളോഗ് എന്ന് പറയുമ്പോൾ തലേ ദിവസം പെരുന്നാളിൻ്റെ തലേ ദിവസമാണ് ഒന്നും കൂടി രസം കേട്ടോ. മൈലാഞ്ചി ഇടലും പിന്നെ നാളെ പെരുന്നാളല്ലേ എന്നുള്ള ഒരു സന്തോഷം ഉണ്ടാവില്ലേ, അതെല്ലാം തന്നെയാണ് നമുക്കും. ഞാൻ ചെറുപ്പം മുതൽ നിങ്ങൾക്ക് എല്ലാവർക്കും പറഞ്ഞാൽ മനസ്സിലാവും, പെരുന്നാളിൻ്റെയോ അല്ലെങ്കിൽ ഇപ്പോൾ ഒരു കല്യാണം ആണെങ്കിൽ തന്നെ തലേ ദിവസമല്ലേ നല്ല രസം ഉണ്ടാവുക. അതുപോലെ തന്നെ നമ്മളിവിടെ മൈലാഞ്ചി ഇടുന്നുണ്ട്. ഒരു കൈക്ക് ഞാൻ ഇട്ട് കൊടുത്തേ, ഇന്നൂനും ആലൂനും. പിന്നെ അതാ ഞാൻ ഫസ്റ്റ് കാണിച്ചേ. പിന്നെ മറ്റേ കൈക്ക് ഞാൻ സ്റ്റെൻസിൽ വാങ്ങിയിട്ടുണ്ടായിരുന്നു, അപ്പോൾ അത് വെച്ചിട്ട് ഇട്ട് കൊടുക്കലാണ്. ഇത് ഇന്നുവിന് ഞാൻ ഈ ഒരു ബോ ഡിസൈൻ രണ്ടാക്കും ഞാൻ ഇപ്രാവശ്യം ബോൻ്റെ ഡിസൈനാണ് ഇട്ട് കൊടുത്തത്. പിന്നെ ഞാൻ ഇവരെ രണ്ടാളെയും ഹെയർ എല്ലാം വാഷ് ചെയ്തിട്ട് സെറ്റാക്കി വെച്ചിനെ രാത്രിക്ക്. കാര്യം നാളെ രാവിലെ 6 മണിക്ക് എണീക്കണം. 6 മണിക്ക് എണീച്ചിട്ട് അപ്പം തന്നെ നമുക്ക് റെഡി ആവണം, അന്നേരം പിന്നെ തല ഉണങ്ങൂലല്ലോ. അതുകൊണ്ട് രാത്രി ഹെയർ എല്ലാം വാഷ് ചെയ്തിന്. പിന്നെ രാവിലെ മുടി കുളിക്കേണ്ട ആവശ്യമില്ലല്ലോ. പിന്നെ ഇനിയിപ്പോൾ മറ്റേ കേക്ക് സ്റ്റെൻസിൽ വെച്ചിട്ട് സെറ്റാക്കി അവരെ ഉറക്കാൻ കിടത്തിക്കോളും. പിന്നെ ഞാൻ എൻ്റെ ഒരു കയ്യിൽ തലേ ദിവസം രാത്രിക്ക് ഇട്ടിനേന്, പെരുന്നാളിൻ്റെ തലേ ദിവസമല്ല, അതിൻ്റെ ഒരു മുന്നത്തെ ദിവസം അത് ഞാൻ വീഡിയോ ഷൂട്ട് ചെയ്തിട്ട് നമ്മൾ മൈലാഞ്ചി ഇടുന്നത് ഷൂട്ട് ചെയ്തിട്ട് ഇൻസ്റ്റയിലും യൂട്യൂബ് ഷോർട്സിലും എല്ലാം അപ്ലോഡ് ചെയ്തതിനു. കുറേ ആൾക്കാർക്ക് ആ വീഡിയോ ഇഷ്ടമായിന്. കുറേ നല്ല നല്ല മെസ്സേജസും കമൻസും എല്ലാം വന്നതിന്. മൈലാഞ്ചി ഇടുന്ന കണ്ടിട്ട് എൻ്റെ കല്യാണം കഴിഞ്ഞ തൊട്ടിട്ടേ ഒരു കെയിമെല്ലാം കിട്ടാറുണ്ട്. ഭയങ്കര ഡിസൈനൊന്നും ചെയ്യൂലെങ്കിലും എനിക്കത് ഭയങ്കര ഇഷ്ടമാണ്. നമുക്കതൊരു സ്പെഷ്യൽ ഫീലിംഗ് ആണ്. പിന്നെ ഇല്ലേ, അങ്ങനെ കുട്ടികളെ മൈലാഞ്ചിയിടലും അവരെ കിടത്തലും എല്ലാം കഴിഞ്ഞ് ഇനി ഞങ്ങൾക്ക് കുറച്ച് പാക്ക് ചെയ്യാനുണ്ട്. കുറച്ച് സംഭവങ്ങളെല്ലാം എടുത്ത് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടേനെ, ബാക്കി കുറച്ച് സംഭവങ്ങളും കൂടി സെറ്റാക്കാനുണ്ട്. നമ്മൾ എപ്പോഴത്തെയും പോലെ തന്നെ നമ്മൾ ഇപ്രാവശ്യം പെരുന്നാളിന് 2 ദിവസം നിൽക്കാൻ വേണ്ടി സ്റ്റേക്കേഷന് വേണ്ടിയിട്ടൊരു സ്ഥലത്തേക്ക് പോകുന്നുണ്ട്. നമ്മൾ മാഷാല്ലാ ഫുൾ ഫാമിലി തന്നെ. അപ്പോൾ അതിൽ 2 ദിവസം ഉണ്ടാവുമല്ലോ. അപ്പോൾ പെരുന്നാളിൻ്റെ അന്ന് ഇടാനുള്ളതും പിന്നെ നമ്മൾ 2 ദിവസം അവിടെ നിൽക്കുമ്പോൾ ഇടാനുള്ള 2 ഡ്രസ്സും, അങ്ങനെ ഒരു 3, 4 ഡ്രസ്സ് പാക്ക് ചെയ്യണം. ഒന്ന് എക്സ്ട്രാ എന്തായാലും നമ്മൾ എടുക്കുമല്ലോ. അങ്ങനെ കുറച്ച് പാക്കിംഗ് ഉണ്ട്. അപ്പോൾ ഇതാ പിന്നെ നമ്മൾക്ക് ഇടാനുള്ള ഇതുപോലത്തെ ഹെയർ ആക്സസറീസും പിന്നെ ഇങ്ങനത്തെ നല്ല മസ്കാരയാണ്. ഞാനത് ആ വീഡിയോയിൽ കാണിച്ചത്. ഭയങ്കര വോളിയം വരുന്ന മസ്കാര അത്. പക്ഷേ അതിന് പ്രത്യേകിച്ച് ബ്രാൻഡ് നെയിം ഉണ്ട്, പക്ഷെ എല്ലായിടെയും കിട്ടുമോയെന്ന് അറിയില്ല. നിങ്ങൾക്ക് കിട്ടുമെങ്കിലും മേടിച്ചോ, നല്ല വോളിയം കിട്ടുന്നുണ്ട് നമ്മളെ ഐലാഷസിന്. അങ്ങനെ ഞാൻ ഒരുവിധം സംഭവങ്ങളെല്ലാം എടുത്ത് വെച്ച്, പിന്നെ പെരുന്നാളിൻ്റെ ഡ്രസ്സും കാര്യങ്ങളെല്ലാം ഞാൻ തൊട്ട് മുന്നത്തെ വ്ളോഗിൽ കാണിച്ചിട്ടുണ്ടായിരുന്നേ. പിന്നെ അതുകൊണ്ട് ഞാനിതിൽ കാര്യമായിട്ട് കാണിക്കുന്നില്ല. അങ്ങനെ ഇതാ എല്ലാ സംഭവങ്ങളും സെറ്റ് ചെയ്ത് വെച്ചാൽ പിറ്റേന്ന് രാവിലെ എണീക്കുമ്പോൾ ഇതെല്ലാം ഇട്ട് കൊടുത്ത്, ഇപ്പോൾ ഫാൻസി ഐറ്റംസ് ആയാലും എല്ലാം ഇട്ട് കൊടുത്ത് ഒന്നും എടിയാന്ന് നോക്കേണ്ട ആവശ്യമില്ലല്ലോ. അപ്പം ഞാൻ പെട്ടിയിലാക്കേണ്ടത് പെട്ടിയിലാക്കി വെച്ചിന്. പിന്നെ നാളെ ഇടേണ്ട ഡ്രസ്സ് ഇതാ ഇങ്ങനെ സെറ്റ് ചെയ്ത് വെച്ചിന്. എൻ്റെയും ഇന്നുവിൻ്റെയും ആലുവിൻ്റെയും. ഇക്കാൻ്റെ പിന്നെ അയൺ ആക്കിയിട്ട് വേറെ ഹാങ് ചെയ്ത് വെച്ചിന്. നമ്മളെ മൂന്നാളെയും അയൺ ചെയ്യേണ്ട ഡ്രസ്സല്ല, അതുകൊണ്ട് അയൺ ചെയ്യേണ്ട ആവശ്യമില്ല. പിന്നെ ഈ ഒരു ബാഗ് ഞാൻ ആലുവിന് വേണ്ടി വാങ്ങിയതേനെ. നല്ല രസമില്ലേ കാണാൻ. ഞാൻ മാക്സിൽ നിന്ന് വാങ്ങിയതാണ്. ആലുവിൻ്റെ ഈ ഡ്രസ്സിന് നല്ല മാച്ച് ഉണ്ട്. ഓലെ ഡ്രസ്സ് ഒരു ഫ്ലോറൽ തീമ, അങ്ങനെ ആ ഒരു പാസ്റ്റൽ പിങ്ക് വരുന്നുണ്ട് അതിൽ. നല്ല രസമില്ലേ. ഇന്നുവിൻ്റെ ഡ്രസ്സിനും മാച്ചാവും. രണ്ടിൽ ആരെങ്കിലും എടുത്തോട്ടെ എന്ന് വിചാരിച്ചിട്ട് ഞാൻ വാങ്ങിയതാണ്. പിന്നെ ഇന്നുവിന് ഇങ്ങനത്തെ കുഞ്ഞ് ബാഗൊന്നും ഇപ്പോൾ ഇഷ്ടമാവില്ല. അതുകൊണ്ട് ഞാൻ ആലു എടുക്കും എന്ന് വിചാരിച്ചിട്ട് ആലുവിൻ്റെ ഡ്രസ്സിൻ്റെ മേലെ വെച്ചതാണ്. പിന്നെ ഇത് കണ്ട ബാക്കിയുള്ള ഹിജാബും കാര്യങ്ങളെല്ലാം ഞാൻ പെട്ടിയിൽ പാക്ക് ചെയ്തതിന്. പിന്നെ ഇനി ഈ ഷൂവും കാര്യങ്ങളെല്ലാം കൂടി പാക്ക് ചെയ്യണം. ക്രോക്സും ഞാൻ എക്സ്ട്രാ എടുത്ത് വെച്ചിട്ടുണ്ട്. നമ്മൾ ബീച്ച് റിസോർട്ടിലേക്കാണ് ഇപ്രാവശ്യം പോകുന്നത്, അതുകൊണ്ട് എന്തായാലും ക്രോക്സ് എല്ലാം വേണ്ട വരും. അങ്ങനെ ഇതെല്ലാം പാക്ക് ചെയ്ത് കഴിഞ്ഞാലും തന്നെ സമാധാനമായി. പക്ഷേ ഇന്ന് ഞാൻ കുറേ സമയം എടുത്തിട്ടുണ്ടെങ്കിലും സെറ്റ് ചെയ്ത് വെക്കാൻ. പിന്നെ പെട്ടിയിൽ പാക്ക് ചെയ്യുന്നതൊന്നും ഞാൻ വീഡിയോ എടുത്തിട്ടില്ല, കാര്യം കുറേ ലേറ്റ് ആവും. എനിക്ക് കുറച്ചെങ്കിലും ഉറങ്ങണമെന്നുണ്ട്. കാരണം ഇതെല്ലാം സെറ്റ് ചെയ്ത് വെക്കുമ്പോഴത്തേക്കിന് 12 മണി കഴിഞ്ഞിന്, രാത്രി 12 മണി. ഞാൻ 12 മണി കഴിഞ്ഞിട്ടാണ് കിച്ചണിലേക്ക് വന്നത്. എന്തെങ്കിലും ഒരു സ്വീറ്റ് ഉണ്ടാക്കി വെക്കണം എന്ന് വിചാരിച്ചിട്ട്. നാട്ടിലെ പോലെ ഇവിടെ കുറേ ആളൊന്നും വരുമൊന്നും ചെയ്യൂല. പിന്നെ നമ്മൾ രാവിലെ ഒരു 8 മണിക്ക് എങ്ങാനുമാണ് നമ്മൾ പോവാമെന്ന് പ്ലാൻ ചെയ്തത്. പക്ഷേങ്കിൽ പള്ളിക്ക് നിന്ന് ഇറങ്ങിയാൽ കുറച്ച് ആൾക്കാർ വരും, നമ്മൾ റിലേറ്റീവ്സും സ്റ്റാഫ്സും എല്ലാം ആയിട്ട് അങ്ങനെ വരുവേ. അങ്ങനെ ഞാൻ ഇന്ന്
ഞാൻ മുന്നേ പ്ലാൻ ചെയ്തിന് ഒരു പായസം ഉണ്ടാക്കാന്നേന്. പിന്നെ നോക്കുമ്പോൾ എൻ്റെ അമ്മായിയും എല്ലാം നമ്മൾ മെസ്സേജ് അയച്ചു തരും. അവരെല്ലാം പായസം ഉണ്ടാക്കുന്നുണ്ടെന്ന് പറഞ്ഞുകൊണ്ട് പിന്നെ ഞാൻ വിചാരിച്ചു പായസം വേണ്ട, ഒരു പുഡിങ് ഉണ്ടാക്കാമെന്ന്. അങ്ങനെ പുഡിങ് ഞാൻ മുന്നേ പ്ലാൻ ചെയ്യാത്തതുകൊണ്ട് എൻ്റെ കയ്യിൽ മെയിനായിട്ട് ഐറ്റംസ് ഒന്നും ഇല്ല. ഞാൻ എന്തെങ്കിലും ഒരു ടൈപ്പ് കാരമൽ പായസം ഉണ്ടാക്കാനേനു ആദ്യത്തെ എൻ്റെ പ്ലാനിങ്. അതുകൊണ്ട് അതിൻ്റെ സാധനങ്ങളെല്ലാം വാങ്ങി വെച്ചിനേനു. പിന്നെ പെട്ടെന്ന് പുഡിങ്ങിലോട്ട് മാറിയോണ്ട് പുഡിങ്ങിന് വേണ്ടുന്ന എല്ലാ സാധനങ്ങളും എൻ്റെ കയ്യിലില്ല. പിന്നെ ഞാൻ പെട്ടെന്ന് ആലോചിച്ച് തരാമെന്ന്, ഓക്കെ ഈ ഒരു പുഡിങ് ഉണ്ടാക്കുക എന്ന് എൻ്റെ മനസ്സിൽ വന്നേ. നമ്മൾ മറ്റേ ഫ്ലാൻ എന്ന് പറയുന്ന ഫ്ലാൻ, ഇത് കറക്റ്റ് ഫ്ലാനൊന്നുമല്ല. ഇപ്പോൾ ഞാൻ മുന്നേ ചെയ്തിന്, ഇപ്പോൾ പഞ്ചസാര കാരമലൈസ് ചെയ്തിട്ട് ഉണ്ടാക്കുന്ന ഒരു പുഡിങ്ങില്ലേ, മറ്റേ മുട്ട വെച്ചിട്ട് ജെലാറ്റിനും ചൈന ഗ്രാസ് ഒന്നും വേണ്ട, ആ ഒരു പുഡിങ്ങാണ് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത്. ഇത് ഞാൻ മുന്നേ ഷെയർ ചെയ്തിട്ടുള്ളതാണ്. പക്ഷെ നിങ്ങൾക്ക് ഒന്ന് ഞാൻ പറഞ്ഞുതരാം. ഞാനില്ലേ കുറച്ച് കൂടുതൽ ക്വാണ്ടിറ്റി വേണ്ടതുകൊണ്ട് 6 കപ്പ് പാലെടുത്തിനെ. 6 കപ്പ് എന്ന് പറയുമ്പോൾ 250 ml കപ്പിൽ 6 കപ്പ് എന്ന് പറയുമ്പോൾ ഏകദേശം 2.5 ലിറ്റർ പാലുണ്ടാവും. ഇല്ല, 2.5 ലിറ്റർ ഇല്ല, 1.5 ലിറ്റർ പാല്, 1.5 ലിറ്റർ പാലുണ്ടാവേ. അതിലേക്ക് വേണ്ടിയിട്ട് ഞാൻ 6 മുട്ട എടുത്തേ. അപ്പോൾ അതാണ് അതിൻ്റെ ഒരു കണക്ക്. ഇപ്പോൾ ഒരു 3 കപ്പ് പാലെടുക്കുമ്പോൾ 3 മുട്ട, അങ്ങനെ 1 കപ്പ് പാലിന് 1 മുട്ട, അതാണ് അതിൻ്റെ കണക്ക് കിട്ടുക. കറക്റ്റ് അങ്ങനെയാണ്. 250 ml ഒരു കപ്പിന് 1 മുട്ട. അപ്പോൾ ഞാൻ 6 കപ്പ് എടുത്തുകൊണ്ട് 6 മുട്ട എടുത്തിന്. പിന്നെ 1 കപ്പ് പഞ്ചസാരയും വേണം. 1 കപ്പ് പഞ്ചസാര ഞാൻ കാരമലൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് അവിടെ വെച്ചിന്. അപ്പോൾ ഇത്രയേ പണിയുള്ളൂ, പെട്ടെന്ന് ഉണ്ടാക്കി കഴിയുന്ന പുഡിങ്ങാണ്. പക്ഷേ ഇതിനി സ്റ്റീം ചെയ്യണം, അതൊരു പണിയാണ്. ഞാൻ ഇതാ പഞ്ചസാര 1 കപ്പ് ഇങ്ങനെ വെറുതെ ഒരു പാത്രത്തിലിട്ടിട്ട് ലോ ഫ്ലെയിമിലവിടെ വെച്ചാൽ മതി, ഇങ്ങനെ മെൽട്ടായിക്കോളേ. ഇനിയിപ്പോൾ ഈ മൊത്തം മെൽട്ടായ പഞ്ചസാരയിലോട്ട് പാലൊഴിക്കണേ. ഞാൻ ഈ ബ്രെഡ് ഉണ്ടതിനൂടെ, പിന്നെ ബ്രെഡ് വെച്ചിട്ട് എന്തെങ്കിലും ഉണ്ടാക്കാമെന്ന് വിചാരിച്ച് പിന്നെയാണ് ഞാൻ ഇതിലോട്ട് മാറിയത്. കാര്യം ഇതാകുമ്പോൾ വലിയ മധുരം ഇല്ലാണ്ട് നമുക്ക് ഉണ്ടാക്കാൻ പറ്റും, ഒരു മീഡിയം മധുരം ഉണ്ടാവേ. അതിന് പിന്നെ പെരുന്നാളിന് എല്ലായിടത്തും മധുരം തന്നെയല്ലേ കഴിക്കുക. ഞാൻ വിചാരിച്ചിട്ട് മീഡിയം മധുരമുള്ള ഏതെങ്കിലും ടൈപ്പ് പുഡിങ് ഉണ്ടാക്കാമെന്ന്. അതിൻ്റെ ഇടയ്ക്ക് ഞാൻ ഇതിലോട്ട് പഞ്ചസാര മറ്റേ കാരമലിലോട്ട് പാലൊഴിച്ചിരും ഒന്ന് മറിഞ്ഞുപോയി. എന്തെങ്കിലും തിരക്കിട്ട് ചെയ്യുമ്പോൾ ഇല്ലേ ഇങ്ങനത്തെ നമ്മൾ സമയം പോകുന്ന കുറച്ച് എന്തെങ്കിലും പണി കിട്ടും നമുക്ക്. പിന്നെ ഇല്ലേ അത് കുറച്ച് കഴിഞ്ഞിട്ട് ക്ലീൻ ആക്കാമെന്ന് വിചാരിച്ച്, ഇതൊന്ന് മിക്സ് ആക്കി കഴിഞ്ഞിട്ട് ക്ലീൻ ആക്കാമെന്ന് വെച്ച് ഞാൻ അവിടെ വെച്ചിന്. പിന്നെ സാധാരണ ഞാൻ ഈ പെരുന്നാളിൻ്റെ മുന്നേ ഇല്ലേ, പെരുന്നാളിൻ്റെ ഒരു 2 ദിവസം മുന്നേ എല്ലാം കറക്റ്റ് പെരുന്നാളിന് ഉണ്ടാക്കാൻ പറ്റുന്ന സ്വീറ്റ്സ് എന്ന് പറഞ്ഞിട്ടൊരു പുഡിങ് റെസിപ്പി ഇടും. അല്ലെങ്കിൽ അങ്ങനെ റെസിപ്പീസെല്ലാം ഞാൻ അപ്ഡേറ്റ് ആയിട്ട് അപ്ലോഡ് ചെയ്യുന്നതിന്. പക്ഷെ ഇപ്പം എന്താണെന്നും നമുക്ക് അറിയില്ല, എന്തോ ഒരു റിലേ കട്ടായ പോലെ എനിക്ക് ഫീൽ ചെയ്യും. ഈദ് വ്ളോഗെല്ലാം ഞാൻ മാക്സിമം ഒരു 2 ദിവസത്തിൻ്റെ ഉള്ളിൽ അപ്ലോഡ് ചെയ്യലുണ്ടായിരുന്നു. ഇതിപ്പോൾ മൊത്തത്തിൽ ഞാൻ ലേറ്റ് ആവുന്നു. ഇൻഷാല്ലാ ശരിയാക്കണമെന്നുണ്ട്. എനിക്ക് കുറേ മെസ്സേജ് വന്നിട്ടുണ്ടായിരുന്നു പെരുന്നാളിന് ഉണ്ടാക്കാൻ പറ്റിയ പുഡിങ് റെസിപ്പി ഷെയർ ആക്കണമെന്നെല്ലാം. പക്ഷെ എനിക്ക് എന്തോ അതിനൊന്നും പറ്റുന്നില്ല. ഇൻഷാല്ലാ സെറ്റാക്കണം. ഇനിയിപ്പോൾ കുട്ടികൾക്ക് സ്കൂൾ ലീവും എല്ലാം ആണ്. ഞങ്ങൾക്ക് വേഗം യൂട്യൂബിലെല്ലാം വീഡിയോസ് അപ്ലോഡ് ചെയ്യണം എന്നെല്ലാം ഉണ്ട്. എനിക്കിപ്പം ഞാനൊരു ഫ്രീ ആയ ടൈമാണ് ഇപ്പോൾ, സ്കൂളും ഇല്ല, മൊത്തത്തിലൊരു ഫ്രീ ആയ പോലെ ഫീലുണ്ട്. ഇൻഷാല്ലാ. ഇനിയിപ്പോൾ ഇല്ലേ ഈ മുട്ടയിൽ കുറച്ചധികം വാനില എസൻസ് വേണം. മുട്ട വെച്ചിട്ടുള്ള പുഡിങ്ങെല്ലാം ഉണ്ടാക്കുമ്പോൾ എന്തായാലും ചെറിയൊരു മുട്ടൻ്റെ ടേസ്റ്റ് വരും. അതുകൊണ്ട് വാനില എസൻസ് ഒഴിച്ചാൽ പിന്നെ ആ ടേസ്റ്റ് ഉണ്ടാവില്ല കേട്ടോ. ഞാനൊരു 2-3 ടീസ്പൂൺ ഒഴിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു. എന്നിട്ട് നല്ലോണം ഒന്നും ബീറ്റ് ആക്കണ്ട, ജസ്റ്റ് മുട്ട ഒന്ന് ഉടച്ചെടുത്താൽ മാത്രം മതി. പിന്നെ ഇത് സ്റ്റീം ചെയ്യാൻ വേണ്ടിയിട്ട് ഒന്നുകിൽ സ്റ്റീമർ എടുക്കുക, അല്ലെങ്കിൽ ഇങ്ങനത്തെ ഒരു പാത്രത്തിൽ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഇതേപോലെ സ്റ്റീം ചെയ്തെടുത്താൽ മതി കേട്ടോ. ഞാനിങ്ങനെ പാത്രത്തിലൊന്ന് സെറ്റ് ചെയ്ത് വെക്കലേനു. ഞാൻ സിംഗിളായിട്ട് സെറ്റ് ചെയ്യാമെന്നാണ് വിചാരിക്കുന്നത്. അങ്ങനെ സെറ്റ് ചെയ്താൽ നല്ല രസമുണ്ടാവും കാണാൻ. പിന്നെ കട്ട് ചെയ്തിട്ടൊന്നും എടുക്കണ്ടല്ലോ. പിന്നെ ഈ പാലിൻ്റെ ചൂട് നല്ലോണം കുറഞ്ഞു കഴിഞ്ഞാൽ, ഫുള്ളായിട്ട് തണുക്കണമെന്നില്ല, ചെറിയ ലൈറ്റ് ചൂടിൽ നമുക്ക് മുട്ട ഒഴിച്ച് പെട്ടെന്ന് തന്നെ ഒന്ന് മിക്സാക്കി കൊടുക്കുക. എന്നിട്ട് മുട്ടൻ്റെ വെള്ളമെല്ലാം ഉണ്ടാവും, ചെറിയ കട്ട ഉണ്ടാവും, അത് പോകാൻ വേണ്ടിയിട്ട് ഒന്ന് അരിച്ചെടുക്കുക കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ, പുഡിങ്ങിൻ്റെ മിക്സ് റെഡിയായി. ഇനി ഇത് സ്റ്റീം ചെയ്യണം. ഇത് 15 to 20 മിനിറ്റ് എടുക്കും സ്റ്റീം ചെയ്ത് കിട്ടാൻ വേണ്ടിയിട്ട്. ഇത് കണ്ട ഇതിൽ മുട്ടൻ്റെ സംഭവം അത് കളയാൻ വേണ്ടി ഞാൻ അരച്ചെടുത്തേ. ഇനിയിപ്പോൾ ഇതിലേക്ക് കുറച്ച് വെള്ളം ഒഴിക്കുക താഴെ, എന്നിട്ട് നമ്മൾ ഈ മിക്സിയിലേക്ക് ഒഴിച്ചു കൊടുക്കാം, സ്റ്റീം ചെയ്തെടുക്കാം. ഇപ്പം സമയം ഓൾമോസ്റ്റ് 1 മണിയാവാൻ പോകുന്നുണ്ടേനെ. ഇനി ഞങ്ങൾക്ക് ഒരു കയ്യിലും കൂടി മൈലാഞ്ചിട്ടിട്ട് വേണം കിടക്കാൻ. പിന്നെ നമുക്ക് നാളെ രാവിലെ
സുബൈൻ്റെ ടൈമിൽ എണീച്ചാൽ പിന്നെ ഉറങ്ങാൻ പറ്റൂല. എനിക്ക് തോന്നുന്നത് ഇനിയിപ്പോൾ ഞാൻ കിടക്കുമ്പോഴത്തേക്ക് ഒരു 2 മണിക്കൂർ എങ്ങാനേ ഉറങ്ങാൻ ടൈം കിട്ടൂ. അപ്പം തന്നെ എണീക്കണം. പിന്നെ കുറച്ചെങ്കിലും ഉറങ്ങിയിട്ടില്ലെങ്കിൽ പെരുന്നാളിൻ്റെ അന്ന് എന്തോ പോലെ ഉണ്ടാവും. അതുകൊണ്ട് ഞാനെല്ലാം കുറച്ച് ഫാസ്റ്റ് ആക്കുക ചെയ്തിട്ടുണ്ടായിന് കേട്ടോ. അല്ലെങ്കിൽ മൊത്തത്തിൽ എന്തോ ഒരു പോലെ നമുക്ക് ഉറങ്ങാണ്ടിരുന്നാലേ ഒരു തലവേദനയെല്ലാം പോലെ തോന്നൂലേ. പിന്നെ ഇക്ക കുറച്ച് നേരത്തെ കിടന്നിട്ടുണ്ടായിരുന്നു. ഇക്കയും കുട്ടികളും അവർ പോയി കിടന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഞാനിതിട്ട് വേവിക്കാൻ വെച്ച് പിന്നെ ബാക്കിയുള്ള മിക്സില്ലേ അത് ഇങ്ങനെ കുറച്ച് വലിയ പാത്രത്തിൽ ഒഴിച്ചിട്ട് അതും കൂടി വേവിക്കാൻ വെച്ചിനെ. പിന്നെയും ഞാൻ കുഞ്ഞിൽ ആക്കാൻ നിന്നിട്ടില്ല. പിന്നെ എൻ്റെ കയ്യിൽ ഇങ്ങനത്തെ കപ്പും കുറവേനെ. അങ്ങനെ അതും കൂടി ഒരു 15 to 20 മിനിറ്റ് വെച്ചിന്. അതിൻ്റെ ഇടയിൽ ഞാൻ പോയി മൈലാഞ്ചി ഇട്ട് പിന്നെ എൻ്റെ ഡ്രസ്സ് ഒന്ന് ടക്ക് ചെയ്യാനുണ്ടായിരുന്നു. അങ്ങനെ അതും ചെയ്ത് അപ്പോൾ ഓൾമോസ്റ്റ് സംഭവങ്ങളെല്ലാം സെറ്റായി. മാഷാഅല്ലാ. ഇനിയിപ്പോൾ പോയി കിടന്നാൽ മതി. ഇനിയിപ്പോൾ ഇതൊന്ന് ചൂടാറി ഫ്രിഡ്ജിൽ വെച്ചിട്ട് വേണം എനിക്ക് കിടക്കാനേ. പിന്നെ ഇതിൻ്റെ മേലെ എന്തെങ്കിലും ടോപ്പിംഗ് ഇട്ട് കൊടുക്കണം. അത് രാവിലെ ചെയ്യാമെന്ന് വിചാരിച്ചേ. അങ്ങനെ ഇതെല്ലാം ഒന്ന് ചൂട് കുറഞ്ഞ സമയത്ത് ഞാനെടുത്ത് ഫ്രിഡ്ജിൽ വെച്ച്. അപ്പോൾ ഇതെല്ലാമാണ് നമ്മൾ പെരുന്നാളുടെ തലേദിവസം രാത്രിയിലെ വിശേഷങ്ങൾ. പിന്നെ ഞാൻ മൈലാഞ്ചിയിലിട്ട് കിടന്നുറങ്ങി. അങ്ങനെ അൽഹംദുലില്ലാ പിറ്റേന്ന് രാവിലെയായി. നമ്മൾക്ക് പെരുന്നാൾ ഹദിയ കൊടുക്കാൻ വേണ്ടിയിട്ട് നമ്മൾ കുട്ടികൾക്ക് കൊടുക്കാൻ വേണ്ടിയിട്ട് കുറച്ച് ഇങ്ങനത്തെ പൗച്ചെല്ലാം റെഡിയാക്കി വെച്ച് പിന്നെ ഞാൻ ഡ്രസ്സപ്പ് എല്ലാം ചെയ്തിന്. അതിൻ്റെ ഇടയ്ക്ക് പിന്നെ അതൊന്നും ഞാൻ വീഡിയോ ഷൂട്ട് ചെയ്തിട്ടില്ല. കുട്ടികളെയും മാറ്റിക്കൊടുത്ത് മൊത്തത്തിൽ എന്തെല്ലാം തിരക്കേനെ. രാവിലെ അയക്കുമ്പോൾ പിന്നെ പള്ളിക്ക് നിന്ന് ഇറങ്ങി കുറച്ച് ആളെല്ലാം നമ്മളെ വീട്ടിൽ വന്നിട്ടുണ്ട്. നമ്മളെ റിലേറ്റീവ്സും സ്റ്റാഫ്സും എല്ലാം വന്നാണ്. അപ്പോൾ അവർക്ക് കൊടുക്കാൻ വേണ്ടി ഫ്രിഡ്ജിൽ നിന്ന് പുഡിങ് എടുത്ത് അതിൻ്റെ മേലേക്ക് ഞാൻ നമ്മളെ കടലമുട്ടായില്ലേ, നമ്മളെ കണ്ണൂർ ഭാഷയിൽ പറഞ്ഞാൽ അഭ്യർത്ഥിക്കട്ട, അത് പൊടിച്ച് ഞാൻ അതിൻ്റെ മേലെ ഇട്ടേ. പുഡിങ്ങിന് വലിയ മധുരം ഇല്ലാത്തതുകൊണ്ട് മേലെ ടോപ്പിങ് കുറച്ച് മധുരം ഉണ്ടായിരുന്നു. എന്നിട്ട് എല്ലാവർക്കും കൊടുത്ത് ഞാൻ വീഡിയോ ചെറുതായിട്ടൊന്ന് ബ്ലർ ചെയ്യും. കാരണം കുറേ ആൾക്കാരുണ്ട് ആർക്കെങ്കിലും വീഡിയോയിൽ വരാൻ ഇൻട്രസ്റ്റ് ഇല്ലെങ്കിലോ. അതുകൊണ്ട് ഞാൻ വലിയ ഇതായിട്ടൊന്നുമില്ല, ചെറുതായിട്ട് ചിലപ്പോൾ ബ്ലർ ചെയ്യും വീഡിയോ ചിലപ്പോൾ. അങ്ങനെ അവരെല്ലാം വന്ന് പുഡിങ്ങെല്ലാം കഴിച്ച് പോയി. പിന്നെ നമ്മൾ പൊതുവേ ഇതുവരെ ഞാൻ ഇവിടെ ഒമാനിൽ വന്നിട്ട് ഒരു പെരുന്നാളിനും ബിരിയാണി ഉണ്ടാക്കിയിട്ടില്ല. അതെന്നോട് എപ്പോഴും ചോദിക്കുന്നത്, പെരുന്നാളിന് സ്വന്തം വീട്ടിൽ നിന്ന് ബിരിയാണിയെല്ലാം ഉണ്ടാക്കുന്നില്ലേ ഒരു എന്ന് എന്നോട് കമൻസിൽ എപ്പോഴും പറയും. പക്ഷെ നമ്മളെന്തെങ്കിലും സ്വീറ്റ്സ് ഉണ്ടാക്കും. പിന്നെ ബിരിയാണിയെല്ലാം ഉണ്ടാക്കി കഴിച്ചിട്ട് പോകുമ്പോഴത്തേക്കെല്ലാം അന്നത്തെ ദിവസം മൊത്തം പോവും. കാരണം നമ്മൾ പെരുന്നാളിനാണ് എല്ലാവരും ഒരുമിച്ച് എവിടെയെങ്കിലും സ്റ്റേ ആക്കാനെല്ലാം പോവാം. 2 പെരുന്നാളിന് മാത്രമേ അങ്ങനെ നമ്മൾ പോവലുള്ളൂ. അപ്പോൾ ഈ കിട്ടുന്ന 2 ദിവസം നമ്മൾ മാക്സിമം ഒരുമിച്ച് ഫാമിലി മൊത്തത്തിൽ ഒരുമിച്ച് നിൽക്കാനാണ് നോക്കൽ. അതാണ് നമുക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഈ പെരുന്നാളാവാൻ വേണ്ടി നമ്മൾ കാത്തു നിൽക്കും ശരിക്കും പറഞ്ഞാൽ. കുട്ടികളായാലും നമ്മളായാലും ഫാമിലി മെമ്പേഴ്സ് മൊത്തം ഒരു സ്ഥലത്ത് സ്റ്റേ ചെയ്യാന്ന് പറഞ്ഞാൽ അത് ഭയങ്കര അടിപൊളിയല്ലേ. നമ്മൾ വീട്ടിൽ നിന്ന് ഫുഡാക്കി കഴിക്കുന്നതിനേക്കാളും അടിപൊളി നമുക്ക് അതാ തോന്നല്. അതുകൊണ്ട് നമ്മൾ ഒരിക്കലും ബിരിയാണി ഉണ്ടാക്കലില്ല. അങ്ങനെ രാവിലെ ഒരു 8-8:30 മണിയായി നമ്മൾ ഇറങ്ങി. 8:30 മണി പോരാ, 8:30 മണി കഴിഞ്ഞെന്ന് തോന്നുന്നത്. പുറത്തിറങ്ങി നമ്മൾ റൂമിൻ്റെ അടുത്ത് തന്നെയുള്ളൊരു പാർക്കിൽ നിന്ന് കുറച്ച് ഫോട്ടോസെല്ലാം എടുത്ത് നമ്മൾ പക്ഷേ ഇപ്രാവശ്യം നമ്മൾ റൂം ബുക്ക് ചെയ്തത് തന്നെ ഭയങ്കര എന്താ പറയുക കോമഡി ആയിരുന്നു. കാര്യം എന്താണെന്ന് പറഞ്ഞാൽ നമ്മൾ എല്ലാ പ്രാവശ്യവും ഫാം ഹൗസാണ് ബുക്ക് ചെയ്യൽ. ഫാം ഹൗസ് ബുക്ക് ചെയ്താൽ ഏറ്റവും നല്ല ഫാമിലിയിലായിട്ട് പുറത്ത് സ്റ്റേ ചെയ്യാൻ പോകുന്നുണ്ടെങ്കിൽ ഏറ്റവും നല്ല ഫാം ഹൗസാണ്. നമുക്കൊരു പ്രൈവസി ഉണ്ടാവും, കുറേ റൂംസ് ഉണ്ടാവും, കുട്ടികളെ ധൈര്യത്തിൽ നമുക്ക് പുറത്തേക്ക് കളിക്കാൻ വിടാം. ഭയങ്കര രസമായിരിക്കും ഫാം ഹൗസ്. പക്ഷേ ഈ പ്രാവശ്യം നമുക്ക് ഒരു ഫാം ഹൗസും കിട്ടിയിട്ടില്ല. നമ്മൾ ബുക്കിംഗ് കുറച്ച് ലേറ്റായിപ്പോയി. നോമ്പിന് മുന്നേ എല്ലാം ബുക്ക് ചെയ്യണം, അല്ലെങ്കിൽ എല്ലാ ഫാം ഹൗസും ഫുള്ളാവും. നമുക്കാണെങ്കിൽ ഒരു 5-6 റൂമും വേണം. അങ്ങനെ നമ്മൾ ഫാം ഹൗസൊന്നും കിട്ടാത്തതുകൊണ്ട് നമ്മളൊരു ഹോട്ടലേനു ബുക്ക് ചെയ്തിട്ടുണ്ടായിന്. അതൊരു ബീച്ച് ഹോട്ടലേനു. ഹോട്ടൽ നമ്മൾ ഒരിക്കലും എടുക്കലില്ല. ഒന്നുകിൽ റിസോർട്ട് അല്ലെ ഫാം ഹൗസ്, അങ്ങനെയാണ് എടുക്കൽ. അങ്ങനെ നമ്മൾ സൊഹാറിലുള്ള ഒരു ഹോട്ടൽ ബുക്ക് ചെയ്ത് അവിടെ പോയിട്ട് നോക്കുമ്പോൾ ആണെങ്കിൽ നമ്മൾ ഫോട്ടോയിൽ കണ്ട പോലെയോ ഒന്നുമല്ല, മെയിൻറ്റെയിൻ ഒന്നും ചെയ്യാത്ത ഒരു ഭയങ്കര ലോ മെയിൻ്റെനൻസ് ഉള്ള മെയിൻറ്റെയിൻ ഒന്നും ചെയ്യാത്ത ഒരു ഹോട്ടൽ. അങ്ങനെ അത് വേണ്ടാന്ന് വിചാരിച്ചിട്ട് നമ്മൾ ആടെ നിന്ന് ഇറങ്ങി. അതിൻ്റെ ഇടയ്ക്ക് നമ്മൾ ബിരിയാണി എല്ലാം കഴിച്ചിട്ടുണ്ടായിരുന്നു. നല്ല കണ്ണൂർ സ്റ്റൈൽ ബിരിയാണി എല്ലാം കഴിച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ നമ്മൾ ബുക്ക് ചെയ്ത ഹോട്ടൽ ക്യാൻസൽ ചെയ്ത് നോക്കുമ്പോൾ നമുക്ക് ആകെ ടെൻഷനായി. ഇനിയിപ്പോൾ നമ്മൾ എല്ലാവരും പാക്കെല്ലാം ചെയ്ത് വന്ന് എവിടെയാ സ്റ്റേ ആക്കാന്നെല്ലാം വിചാരിച്ചിട്ട് അങ്ങനെ നമ്മൾ സെർച്ച് ചെയ്തവരാണ് ബർക്കയിൽ സവാദി ബീച്ച് റിസോർട്ട് എന്ന് പറഞ്ഞൊരു റിസോർട്ടിൽ കോൺടാക്ട് ചെയ്ത് നോക്കുമ്പോൾ ഇഷ്ടംപോലെ റൂമെല്ലാം അവൈലബിൾ ആണെന്ന് പറഞ്ഞ് അങ്ങനെ നമ്മളിവിടെ വന്ന് മാഷാഅല്ലാ നല്ല രസമുള്ള സ്ഥലമായിരുന്നു. നമ്മളൊന്ന് ടെൻഷനായി പോയിനു. നമ്മൾ കുറേ ഫാമിലി ഉണ്ടല്ലോ, കുറേ റൂമും വേണം, എവിടെയും
പറ്റൂല എന്ന് വിചാരിച്ചിട്ട് കിട്ടൂല എന്ന് വിചാരിച്ചിട്ട് പക്ഷേ നല്ലൊരു റിസോർട്ട് തന്നെ കിട്ടി. ഇവിടെ നമ്മൾ ഫസ്റ്റ് ടൈം വന്നിട്ടാണ് വരുന്നത്. നമുക്ക് ഫാം ഹൗസ് കിട്ടാത്തതിൻ്റെ സങ്കടമൊന്നും ഇല്ല. ഇത് കണ്ടു നോക്കുമ്പോൾ നല്ല അടിപൊളി പ്രൈവസി എല്ലാം ഉള്ള സ്ഥലത്ത് തന്നെയാണ്. അങ്ങനെ നമ്മളെല്ലാവരും ഇവിടെ വരുമ്പോഴത്തേക്ക് പക്ഷേങ്കിൽ വൈകുന്നേരം 4 മണി അങ്ങനെ എങ്ങാനും അതിനേനും. പക്ഷെങ്കിൽ എന്താ പറയുക, അധികം ലേറ്റ് ആയിട്ടില്ലല്ലോ. വർക്കയിലേക്ക് നമ്മൾ റൂമിൽ നിന്ന് ഏകദേശം 2.5 മണിക്കൂർ എങ്ങാനും ട്രാവൽ ചെയ്യാനുണ്ട്. അങ്ങനെ നമ്മളിതാ ചെക്ക് ഇൻ ചെയ്ത് ഇവിടെ ഓരോരോ റൂം ഇങ്ങനെ സ്ട്രൈറ്റ് ആയിട്ട് വരുന്ന റൂംസാണ്. ഭയങ്കര രസമുള്ള കുഞ്ഞു കുഞ്ഞു റൂംസാണ്. അങ്ങനെ ഇതാണ് നമ്മളെ റൂം കേട്ടോ. നമ്മളെ എല്ലാവരുടെ റൂമും എല്ലാ ഫാമിലീസിൻ്റെ റൂമും സെയിം റോയിലാണ് കേട്ടോ വരുന്നത്. നമ്മൾ 4 ഫാമിലി ഉണ്ട്, പിന്നെ കുറച്ച് ബാച്ചിലേഴ്സും ഉണ്ടായിരുന്നു. ഈ റൂമിൻ്റെ മെയിൻ ഹൈലൈറ്റ് എന്താണെന്ന് അറിയാം, നേരെ ബാക്ക് സൈഡിൽ ബാൽക്കണീൻ്റെ നേരെ അപ്പുറത്തില്ലേ കടല. അപ്പോൾ മാഷല്ലാ അടിപൊളി വ്യൂ ആണത്. നിങ്ങൾക്ക് വിചാരിക്കാണ്ട് ഇത്രയും അടിപൊളി വ്യൂ ഉള്ള റൂം കിട്ടിയേക്കുമ്പോൾ ഭയങ്കര ഹാപ്പി ആയിരുന്നു. പിന്നെ എപ്പോഴും ഉള്ള പോലെ തന്നെ റൂമിൽ എന്തെല്ലാം സാധനങ്ങളുള്ളത് നല്ലൊരു തപ്പെല്ലാം കഴിയും അതിൻ്റെ ഇടയിൽ വന്നപാട്. ഇതൊരു രസമല്ലേ. അങ്ങനെ പിന്നെ വൈകുന്നേരം ആയതുകൊണ്ട് പിന്നെ ഇനിയിപ്പോൾ വേറെ പരിപാടിയൊന്നുമില്ല. ഡ്രസ്സെല്ലാം മാറ്റി പിന്നെ എല്ലാവരുടെ ബാൽക്കണിയും നേരെ ബാക്കിലല്ലേ. അപ്പോൾ ബാൽക്കണിയിൽ നമുക്ക് എല്ലാവരും ബാക്കിലുണ്ടാവും. ബാക്കിൽ പുറത്തിറങ്ങിയാൽ എല്ലാവരും ഒരുമിച്ചുണ്ടാവും. അപ്പോൾ എല്ലാ കുട്ടികളെല്ലാവരും പുറത്തേക്ക് ഇറങ്ങി. ഇനിയിപ്പം നല്ല ഡ്രസ്സെല്ലാം മാറ്റി കൊടുക്കണം. അപ്പോൾ പെരുന്നാളിൻ്റെ അന്നത്തെ വിശേഷങ്ങൾ ഇത്രയെല്ലാം തന്നെ ഉള്ളൂ. പിന്നെ എൻ്റെ ഈ ഡ്രസ്സ് കുറേ പേർക്ക് ഇഷ്ടമായിട്ട് ഇതിൻ്റെ ലിങ്ക് എല്ലാം ചോദിച്ചിട്ടുണ്ടായിരുന്നു. ഞാൻ ഇൻസ്റ്റയിൽ ഫോട്ടോ പോസ്റ്റ് ചെയ്ത സമയത്ത് ഞാനിത് കഴിഞ്ഞ വ്ളോഗിൽ കാണിച്ചിട്ടുണ്ടായിരുന്നു വാങ്ങുന്നതെല്ലാം. ഇതൊരു അറബിക് ഡ്രസ്സാണ്. അത് അറബിക് ഡ്രസ്സ് സെയിൽ ചെയ്യുന്ന ഷോപ്പിൽ നിന്ന് ഞാൻ വാങ്ങിയത്. അതുകൊണ്ട് എനിക്ക് തരാൻ ലിങ്ക് ഇല്ലേനു കേട്ടോ. അങ്ങനെ ഇതാ പിറ്റേ ദിവസം രാവിലെയായി. തലേ ദിവസം നമ്മൾ കുറച്ച് ഗെയിംസ് എല്ലാം കളിച്ച് ഉറങ്ങാൻ കിടക്കാൻ നല്ല ലേറ്റ് ആയിരുന്നു. എന്നാലും രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് ഉള്ളതുകൊണ്ട് രാവിലെ എണീക്കും. അത് എവിടെ പോയാലും അങ്ങനെ തന്നെ, അത് മിസ്സാക്കണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട്. പിന്നെ ഞാൻ കുറേ കാര്യങ്ങളൊന്നും ഷൂട്ട് ചെയ്തിട്ടില്ല, കാരണം നമ്മൾ കുറേ ഫാമിലി ടൈം ആയിരിക്കും. പിന്നെ നമ്മൾ ആ ഒരു എൻജോയ്മെൻറ്റ് എന്തായാലും എനിക്ക് വ്ളോഗിൽ ഷൂട്ട് ചെയ്ത് കാണിക്കാൻ പറ്റില്ല. അതുകൊണ്ട് പിന്നെ ഞാനതൊന്നും ഷൂട്ട് ചെയ്തിട്ടില്ലേ. നമ്മളിവിടെ 2 ദിവസം ഉണ്ടാവും. അപ്പോൾ ഇത് പിറ്റേ ദിവസം നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് എല്ലാം കഴിച്ച് കഴിഞ്ഞ് നമ്മൾ വിചാരിക്കാത്തൊരു സംഭവമായിരുന്നു പിറ്റേ ദിവസം. ഇത് നല്ല ബ്രേക്ക്ഫാസ്റ്റ് ആയിരുന്നു കേട്ടോ ഇവിടെ ഉള്ളത്. ഭയങ്കര അടിപൊളിയൊന്നും അല്ലെങ്കിലും അത്യാവശ്യം നല്ല ഐറ്റംസ് എല്ലാം ഉണ്ട്. അങ്ങനെ ബ്രേക്ക്ഫാസ്റ്റ് എല്ലാം കഴിഞ്ഞിട്ടില്ലേ നമ്മൾ നേരെ ബീച്ച് സൈഡിലോട്ട് പോയേ. ബീച്ചിൽ നിന്ന് നമ്മളൊരു 3-4 മണിക്കൂർ അവിടെ ഉണ്ടായിരുന്നു. ഭയങ്കര രസമായിരുന്നു. എന്താ പറയുക, വലിയ വെയിലില്ലാത്തതിൻ്റെ കാരണം കാർമേഘം ഉണ്ടായിരുന്നു നല്ലോണം. പിന്നെ നമ്മൾ എല്ലാവരും കൂടി കുറേ സമയം അവിടെ വർത്താനെല്ലാം പറഞ്ഞിരുന്നു. എല്ലാവരും ഒക്കെ ഇരുന്ന് വർത്താനം പറയുന്നതിന് ഭയങ്കര രസമാണ്. കുട്ടികൾക്ക് ധൈര്യമായിട്ട് ബീച്ചിലേക്ക് ഇറങ്ങാം. കാര്യം അധികമൊന്നും ആഴമൊന്നും ഇല്ലാത്ത ബീച്ചാണ്. എന്നാലും നമ്മൾ ശ്രദ്ധിക്കെല്ലാം ചെയ്യുന്നുണ്ടേനു. അങ്ങനെയില്ലേ നമ്മൾ എന്നിട്ട് ഉച്ച സമയമായി നമ്മൾ പറഞ്ഞു എന്നാൽ പിന്നെ റൂമിലോട്ട് പോയിട്ട് ആ ഒരു ഉച്ച ടൈം കഴിഞ്ഞിട്ട് വൈകുന്നേരം ബീച്ചിലോട്ട് പിന്നെയും വരാമെന്ന്. അങ്ങനെയെല്ലാം പ്ലാൻ ചെയ്ത് നമ്മൾ റൂമിൽ പോയതാ ഓർമ്മയുള്ളൂ. പിന്നെ വലിയ മഴയേനു. മഴ എന്ന് പറഞ്ഞാൽ നമ്മളെ നാട്ടിൽ മഴക്കാലത്ത് പെയ്യൂലേ, ഭയങ്കര ഹെവി ആയിട്ടുള്ള വലിയ മഴത്തുള്ളിയുള്ള മഴ, അതേപോലെ. പിന്നെ ഈ മഴ ചോർന്നതിൽ മഗ്രിബിൻ്റെ ടൈമെല്ലാം കഴിഞ്ഞിട്ടാണ് കുറേ സമയം ഈ മഴ ഉണ്ടായിരുന്നു. പിന്നെ വേറെ പ്രശ്നം എന്താണെന്ന് പറഞ്ഞാൽ ഈ റിസോർട്ടിലെ കറണ്ട് പോയി. പിന്നെ എടുത്ത ജനറേറ്റർ ആണെങ്കിൽ കേടായി പോവുക, അങ്ങനെ എന്തോ ചെയ്ത് കറണ്ടില്ല. പിന്നെ നമ്മൾ രാത്രിക്ക് ഇങ്ങനെ കറണ്ട് ഇല്ലാത്ത സ്ഥലത്ത് നിൽക്കണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട് വെറുതെ പുറത്തേക്ക് പോയി. എല്ലാവരും വണ്ടിയിൽ കയറി പുറത്ത് പോയേക്കുമ്പോൾ അറിയുന്നു വാതിയെല്ലാം ഫോം ആയിട്ടുണ്ടെന്ന്. നിങ്ങൾ കേട്ടിട്ടുണ്ടാവില്ലേ ന്യൂസിൽ, ഒമാനിൽ 3 മലയാളി മരിച്ചു എന്നെല്ലാം. ഭയങ്കര സങ്കടമായി ഞാൻ ന്യൂസ് കേട്ടിട്ട്. അത് നമ്മളെ തൊട്ടടുത്ത് തന്നെയായിരുന്നു. നമ്മൾ ബർക്ക എന്ന് പറഞ്ഞ സ്ഥലത്തേനു സ്റ്റേ ആക്കിയതിന്. അവിടെ തന്നെയാണ് ഇങ്ങനെ ഈ വാതിയിൽ ഒഴുക്കിൽ പെട്ടിട്ട് മരണം ഉണ്ടായിന്.
ഭയങ്കര സങ്കടമായിരുന്നു ഇത് കേട്ട സമയത്ത്. 3 ആൾ മാത്രമല്ല വേറെയും മരണങ്ങൾ ഉണ്ടായിട്ടുണ്ടേനു. നമ്മൾ പുറത്ത് പോയി നോക്കുമ്പം തന്നെ മെയിൻ ഹൈവേയിൽ തന്നെ ഹൈവേ റോഡിന് ക്രോസ് ആയിട്ടേനു വാതി പോകുന്നുണ്ടായിന്. അങ്ങനെ നമ്മളും കുറേ സമയം സ്റ്റക്കായിന്. അങ്ങനെ അന്നത്തെ ദിവസം അങ്ങനെ പോയി. പിന്നെ പിറ്റേ ദിവസമാണ് നമ്മൾ ശരിക്കും ബീച്ചിൽ പോവുകയും എല്ലാം ചെയ്തിന്. പിന്നെ നമ്മൾ എന്താ പറയുക, അന്നത്തെ ഒരു ദിവസം കറണ്ട് ഇല്ലാത്തതുകൊണ്ട് ഈ റിസോർട്ടിൽ ആ ഒരു ഫുൾ ഡേ എല്ലാവരും റൂമും പിന്നെ അന്ന് രാത്രിയും പിറ്റേന്ന് രാവിലെയുള്ള ബൊഫേ എല്ലാം ഫ്രീ ആയിട്ടേനു ഇവർ ചെയ്തിട്ടുണ്ടായിന്. മാഷാല്ലാ ഭയങ്കര അടിപൊളി സർവീസ് ചെയ്യുന്നു കേട്ടോ ഈ റിസോർട്ടിൽ. കാരണം കറണ്ട് ഇല്ലാണ്ട് കുറച്ച് സമയം നമ്മൾ തിരിച്ചു വരുമ്പോഴത്തേക്ക് കറണ്ടെല്ലാം വന്നിട്ടുണ്ടായിന്. പക്ഷേ ആ ഒരു കുറച്ച് സമയം ബുദ്ധിമുട്ടിയത് കൊണ്ട് നമുക്കൊരു ഫുൾ ഡേ ഫ്രീ ആയിട്ട് ഫുഡും സ്റ്റേയും എല്ലാം ഇവർ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ടായിന്. ഞാൻ ചില സ്ഥലത്ത് പോയാൽ റിസോർട്ടിൻ്റെ പേരും ഒന്നും പറയില്ല. കാരണം ചിലപ്പോൾ അവരെ സർവീസ് ഇത്ര നല്ലതായിട്ടുണ്ടാവില്ല, അതുകൊണ്ടായിരിക്കും. പക്ഷെങ്കിൽ ഇവരെ നമുക്ക് ഫ്രീ ആയിട്ട് ചെയ്തത് കൊണ്ട് പറയുന്നില്ല. ഇവിടുത്തെ ഓരോ സ്റ്റാഫിൻ്റെ ബിഹേവിയർ ആണെങ്കിലും എല്ലാം ഭയങ്കര നല്ലതേനു കേട്ടോ. സവാദി ബീച്ച് റിസോർട്ടിങ്ങിൽ ആരെങ്കിലും ഒമാനിലുള്ളവർ പോയിട്ടില്ലെങ്കിൽ നിങ്ങൾക്ക് നല്ലൊരു സ്റ്റേ തന്നെ ആയിരിക്കും കേട്ടോ. അവിടെ ഫാമിലി ആയിട്ടെല്ലാം പോവുകയാണെങ്കിൽ. അങ്ങനെ അതിൻ്റെയും പിറ്റേ ദിവസമാണ് നമ്മൾ ഇവിടുന്ന് റൂം ചെക്ക് ഔട്ട് ചെയ്തത്. 3-ാമത്തെ ദിവസമാണ് ഇത്. നമ്മൾ തിരിച്ച് പോകുമ്പോൾ എല്ലാവരും ഡ്രസ്സ് ചെയ്തുകൊണ്ട് അങ്ങനെ ഒരു ഫാമിലി പിക്കെല്ലാം എടുത്തിട്ട് തിരിച്ച് പോകാൻ വേണ്ടിയിട്ട് നിൽക്കലാണ്. പിന്നെ ഇങ്ങനെ ഈ ന്യൂസ് കണ്ടിട്ടാണെന്ന് തോന്നുന്നത് എനിക്ക് കുറേ പേര് മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു. നിങ്ങൾക്ക് ഇങ്ങനെ ഒമാനിൽ എന്തെങ്കിലും ഇങ്ങനെ ഓരോരോ ന്യൂസ് കേൾക്കുമ്പോൾ എന്നെ ഓർമ്മ വരുന്നുണ്ടല്ലോ എന്നുള്ളതിൽ ഞാൻ ഭയങ്കര ഹാപ്പിയാണ്. എനിക്ക് ഇൻസ്റ്റയിലാണെങ്കിലും യൂട്യൂബിൽ കമൻറ്റിലാണെങ്കിലും വരും, ഇത്തായെങ്കിലും സേഫ് അല്ലേ, ഷാമി സേഫ് അല്ലേ എന്നെല്ലാം ചോദിച്ചിട്ട്. അത് കാണുമ്പോൾ തന്നെ എനിക്ക് സന്തോഷമാവും കേട്ടോ. അൽഹംദുലില്ലാ. പിന്നെ വേറെന്താ, ആ ഒരു മിസൈൽ കുറേ ഇങ്ങനെ ഇഷ്യൂസ് ഉണ്ടായിട്ടില്ലേ, ഇപ്പോഴും ഉണ്ട്, ഒന്നും കഴിഞ്ഞിട്ടില്ല. എന്നാലും ഒമാനിൽ സംഭവിച്ചതെന്ന് അറിഞ്ഞേരം തന്നെ എനിക്ക് കുറേ മെസ്സേജസ് അങ്ങനെ ഉണ്ടായിരുന്നു. അപ്പോൾ എന്തായാലും സന്തോഷം നിങ്ങൾ എന്നെ ഓർക്കുന്നതിൽ. ഒമാനിൽ എന്തെങ്കിലും പ്രശ്നമുണ്ട് എന്നറിയുമ്പോൾ. അപ്പോൾ ഇതെല്ലാമാണ് നമ്മളെ പെരുന്നാളിൻ്റെ വിശേഷങ്ങൾ. നമ്മൾ ഒരു ദിവസം അങ്ങനെ മൊത്തം മഴയും പ്രളയവും അങ്ങനെയെല്ലാമായിട്ട് പോയി. ഇവിടെ മഴ പെയ്താൽ പിന്നെ ഭയങ്കര ഡേഞ്ചറാണ്. കുറേ മല ഇങ്ങനെ വാതി ഫോമാവും, പെട്ടെന്ന് മിന്നൽ പ്രളയം എന്നെല്ലാം പറയില്ലേ, വെള്ളം എവിടുന്നാണ് വരുന്നത് നമുക്ക് പ്രഡിക്റ്റ് ചെയ്യാൻ പറ്റില്ല. അത്രയും ശക്തിയിലാന്ന് വരിക. അതാണ് ചില വണ്ടികളെല്ലാം ഒഴുകിപ്പോകുന്നത്. നമ്മൾ വിചാരിക്കും എന്നാൽ വെള്ളം വരുന്ന കാണുമ്പോൾ അവർക്ക് അവിടുന്ന് അങ്ങ് മാറി നിന്നാൽ പോരെന്ന്. പക്ഷേങ്കിൽ അത്രയും ഫാസ്റ്റായിട്ടാണ് വരിക, അത്രയും ശക്തിയുള്ളതായിരിക്കും. അതാണ് സംഭവം. അപ്പോൾ എല്ലാവർക്കും വേണ്ടി ദുആ ചെയ്യുക. ഇൻഷാ അല്ലാ. ബൈ ബൈ.